കൃഷ്ണ തോട്ട് ബൈ സീജ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എരിക്കിൻ പൂവ് എങ്ങനെ ശിവപൂജാ പുഷ്പങ്ങളിൽ ഇടം നേടിയെന്നതിനെ കുറിച്ചാണ്. ഒരേ സമയം വിഷവും ഔഷധ ഗുണങ്ങളുമുള്ള ഇവയെ ശിവപൂജയ്ക്ക് ഉപയോഗിക്കുന്നതായി കാണാം. എല്ലാവിധ ഐശ്വര്യങ്ങളും സകല പാപങ്ങളും തീർക്കുന്ന മഹാദേവന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന പൂക്കളിൽ പ്രധാനം എരിക്കിൻ പൂവാണ്. അതിനു പിന്നിൽ ഒരു കഥയുണ്ട്. പാലാഴി കടഞ്ഞപ്പോഴുണ്ടായ കാളകൂട വിഷം വീണ് ഭൂമി നശിക്കാതിരിക്കാൻ പരമശിവൻ അത് കൈക്കുമ്പിളിലെടുത്ത് പാനം ചെയ്തു. അതിൽ സ്വല്പം വിഷം തുളുമ്പി സമീപത്തുണ്ടായിരുന്ന എരുക്ക് എന്ന ചെടിയിൽ വീണു. അങ്ങനെ എരുക്കിന് വിഷാംശം ലഭിച്ചു എന്ന ഐതിഹ്യം. സ്വതവേ വെള്ള നിറമായിരുന്ന എരിക്കിൻ പൂവിന് വിഷത്തിന്റെ നീല നിറം ലഭിച്ചു. അങ്ങനെ കൂവളത്തിനും വെള്ള തുമ്പപ്പൂവിനൊപ്പം ശിവപൂജയിൽ എരിക്കിൻ പൂവും ഇടം നേടി. ശിവക്ഷേത്രങ്ങളിൽ ശിവരാത്രി, പ്രദോഷം തുടങ്ങിയ പുണ്യദിനങ്ങളിൽ എരിക്കിൻ പൂവുകൊണ്ട് അർച്ചന കാണാം. ഇഷ്ടകാര്യസിദ്ധിക്ക് എരിക്കിൻ പൂമാല ചാർത്തലും അർച്ചനയും വിശേഷപ്പെട്ടതാണ്. കൂടാതെ ഗണപതിക്ക് എരിക്കിൻ വേരിൽ കറുകമാല കെട്ടിച്ചാർത്തിയാൽ സർവ്വവിഘ്നങ്ങളും തീരും എന്നും വിശ്വാസം. സിദ്ധവൈദ്യത്തിൽ എരിക്കിന് അപാരമായ ഔഷധ ഗുണങ്ങൾ കൂടിയുണ്ട്. എരിക്കിന്റെ എല്ലാ ഭാഗങ്ങളും, അതായത് പൂവ്, തടി, വേര്, ഇല എന്നിവ വിഷാംശം നീക്കി ഔഷധമായി ഉപയോഗിക്കുന്നതായി കാണാം. ശുദ്ധമായ സ്ഥലങ്ങളിൽ എരിക്കിനെ വളർത്തി അത് ഭഗവാന് സമർപ്പിച്ച് എല്ലാവരും ശിവപ്രീതി നേടാൻ ശ്രമിക്കുക. ഓം നമഃ ശിവായ.